നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം വ്യത്യസ്തമായ സംഭവത്തിന് സാക്ഷിയായ ഒരു വാർത്ത കാണാനിടയായി. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ബൂത്തുകളാണുള്ളത്. വോട്ട് രേഖപ്പെടുത്തി ബൂത്ത് സന്ദർശനത്തിനിറങ്ങിയതായിരുന്നു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികൾ. തുടർന്നാണ് സ്കൂളിലെ ബൂത്തിൽ വെച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും തമ്മിൽ കണ്ടുമുട്ടിയത്. ഇനിയാണ് പ്രധാന സംഭവം. ഷൗക്കത്ത് PV അൻവറിന് അടുത്തേക്ക് വന്ന് കൈ കൊടുത്തുവെങ്കിലും കെട്ടിപ്പിടിക്കരുതേ എന്ന് അൻവർ പറയുകയായിരുന്നു. ചിരിച്ചുകൊണ്ട് രംഗം ശാന്തമാക്കി ഷൗക്കത്ത് നടന്നുപോയി. കൈ കൊടുത്ത പിന്നാലെ അൻവർ മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അൻവർ നിലപാട് വിശദീകരിച്ചു. ആര്യാടൻ ഷൗക്കത്ത് ഈ സ്കൂളിലെ ബോർഡിലേക്ക് നോക്കിയാൽ മതി. 30 കോടി രൂപ താൻ MLA ആയിരിക്കുമ്പോൾ ചിലവാക്കിയ സ്കൂളാണിത്. ഇവിടെ പണി നടക്കുമ്പോൾ മേസ്തിരിയെ പോലെ ഞാനും കൂടെ നിന്നിട്ടുണ്ട്. 22 കോടിയുടെ ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും PV അൻവർ ഉണ്ടാക്കി. അതെല്ലാം മതിയെന്നും ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നും അൻവർ പറഞ്ഞു. താനും ഷൗക്കത്തും മിണ്ടിയല്ലോ. കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞത് ശരിയാണ്. പുള്ളി കെട്ടിപ്പിടിക്കുന്ന ആളാണ്. ധൃതരാഷ്ട്രാലിംഗനമാണ് പുള്ളിയുടേത്. ആ ആലിംഗനത്തിന് വിധേയനാകാൻ താനില്ല എന്നേ പറഞ്ഞുള്ളൂ. കൈ കൊടുക്കാൻ പ്രശ്നമില്ല. പുള്ളി സിനിമ സ്റ്റൈലിലാണ്. എനിക്ക് അഭിനയം പരിചയമില്ല. ഞാൻ പച്ച മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന ആളാണ്. രാവിലെ 2 അഭിനേതാക്കൾ തമ്മിൽ കെട്ടിപ്പിടിച്ചില്ലേ? സൗഹൃദമാകാം. അതിൽ ആത്മാർത്ഥത വേണം. ആളെ കാണുമ്പോഴുള്ള സൗഹൃദവും ശേഷം പിന്നിലൂടെ പാര വെക്കുന്നതും നല്ലതല്ല. അതിലാണ് അഭിപ്രായ വ്യത്യാസമെന്നും അൻവർ പറഞ്ഞു. M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും നേരത്തെ കണ്ടതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചായിരുന്നു അൻവറിന്റെ ഈ പ്രതികരണം. ഒരാൾ ഒളിഞ്ഞ പിണറായിയും മറ്റൊരാൾ തെളിഞ്ഞ പിണറായിയുമാണ്. അതുകൊണ്ട് സ്വരാജിനും ഷൗക്കത്തിനും ആലിംഗനം ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ ആലിംഗനത്തിന് വിധേയമായവരുടെ അവസ്ഥ എനിക്കറിയാം. സ്വരാജിനോട് ഈ നിലപാടല്ല തനിക്കുള്ളത്. സ്വരാജ് ആ അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ. ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നും അൻവർ പരിഹാസത്തോടെ പറഞ്ഞു. വോട്ട് ചെയ്യുന്നതിന് മുൻപ് അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും സ്വരാജിനും ഷൗക്കത്തിനുമെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് നല്ല സിനിമാക്കാരനാണ്. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വേഗം കഥ എഴുതാൻ പോകാം. AKG ഭവൻ നന്നാക്കിയിട്ടുണ്ട്. സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്കും പോകാം. താൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ 1000 പേരുമായിട്ടാണ് പോകുക എന്നായിരുന്നു അൻവറിന്റെ വാദം. ഏതായാലും അൻവറിന്റെ ഈ ആത്മവിശ്വാസം വെറും 2 നാൾ മാത്രമേ നീണ്ടു നിൽക്കുമെന്ന് പറയാതെ വയ്യ. അതേസമയം മികച്ച പോളിംഗ് ആണ് എല്ലാ പഞ്ചായത്തുകളിലും കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഭൂരിഭാഗം വോട്ടർമാരും പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മണ്ഡലത്തിൽ മഴ ഭീഷണിയാവുമോ എന്ന ആശങ്ക ഉണ്ടായെങ്കിലും അതെല്ലാം അസ്ഥാനത്താക്കിയായിരുന്നു വോട്ടർമാർ എത്തിയത്. വാശിയേറിയ പ്രചരണവും ആവേശം കൊട്ടിക്കയറിയ കൊട്ടിക്കലാശവും വോട്ടർമാരിൽ സ്വാധീനിച്ചെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് പോളിംഗ് കണക്കുകൾ. LDF-നായി M സ്വരാജ്, UDF-നായി ആര്യാടൻ ഷൗക്കത്ത്, NDA-ക്കായി മോഹൻ ജോർജ്, സ്വതന്ത്രനായി PV അൻവർ എന്നിവരായിരുന്നു നിലമ്പൂരിൽ നിന്ന് ജനവിധി തേടിയ പ്രമുഖ സ്ഥാനാർത്ഥികൾ. അതേസമയം ഹോം വോട്ടിങ്ങിന് അനുമതി ലഭിച്ച 1254 പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ 16-ന് പൂർത്തിയായിരുന്നു. ഉപതിരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരുന്നത്. റിസർവ് ഉൾപ്പെടെ 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 PV പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിച്ചു. നിലമ്പൂരിനു പുറമെ ഗുജറാത്തിലെ കാടി, വിസവർധർ സീറ്റുകളിലും പഞ്ചാബിലെ ലുധിയാന, പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ച് തുടങ്ങിയ സീറ്റുകളിലേക്കുമുള്ള ഉപതിരഞ്ഞെടുപ്പും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു.